അപായമൊന്നുമില്ല എന്ന് കൺഫേം ചെയ്യാം. അത് നിഷാദ്, ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം 8ാമത്തെ നില വരെയാണ് രോഗികൾ ഉണ്ടായിരുന്നത്. 9ാമത്തെ ഫ്ലോറിൽ രോഗികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആ നിലയിൽ ഈ AC സർക്യൂട്ടുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആളുകളൊന്നും തന്നെ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം എന്നുള്ളൊരു പ്രാഥമിക നിഗമനം മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. ഇനി ഒരു പരിശോധനയ്ക്ക് ശേഷമായിരിക്കാം എന്തുകൊണ്ടാണ് തീപിടുത്തം ഉണ്ടായതെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുക. ഏതായാലും പ്രാഥമികമായി ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോഴുള്ളത്. ഏതായാലും അങ്ങോട്ടേക്ക് ആളുകൾക്ക് പ്രവേശിക്കുന്നതിന് പൂർണ്ണമായും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പൂർണ്ണമായും അടച്ചുകൊണ്ട് ഫയർഫോഴ്സിന്റെ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തീ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാതെ തീ പൂർണ്ണമായും നിയന്ത്രിക്കാൻ ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അവിടെയുള്ള ആശുപത്രി അധികൃതർ പറയുന്നത്. കാരണം ആ തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ രോഗികൾ ഉണ്ടായിരുന്നാൽ അവരെ കുറെ കൂടി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാൻ കൂടി കഴിഞ്ഞിട്ടുണ്ട്. ആശുപത്രി അധികൃതർ ഇടപെട്ട് അവിടെയുള്ള രോഗികളെ മറ്റൊരു സ്ഥലത്തേക്ക് കൂടി മാറ്റിയിട്ടുണ്ട്. ആ രീതിയിൽ ഇനി ഒരു അപകടം അല്ലെങ്കിൽ ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ വർദ്ധിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ മുൻകരുതലുകളും ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഫയർഫോഴ്സ് യൂണിറ്റുകളൊക്കെ തന്നെ അവിടെ എത്തി രക്ഷാപ്രവർത്തനം പെട്ടെന്ന് തന്നെ ആരംഭിക്കാനായി. ആ രീതിയിൽ തീ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയാൻ ഫയർഫോഴ്സിനായിട്ടുണ്ട്. ആ രീതിയിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി എന്നുള്ളതാണ് അവിടെയുള്ള ആശുപത്രി അധികൃതർ നമുക്ക് നൽകുന്ന വിവരം. ഏതായാലും ഇനിയൊരു അപകടത്തിലേക്കോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അപകടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇത് രക്ഷാപ്രവർത്തനം പൂർണ്ണമായും ഈ തീ അണക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനായി എന്നുള്ളത് ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. ഏതായാലും ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. രോഗികളെയൊക്കെ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിശോധന, അതായത് എന്തുകൊണ്ടാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഒരു പരിശോധന ആശുപത്രി അധികൃതരുടെ ഭാഗത്തുണ്ടാവും. അങ്ങനെയെങ്കിൽ ആ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കാം തീ പിടിക്കാനുണ്ടായ യഥാർത്ഥ കാരണം നമുക്ക് മനസ്സിലാകും. ഏതായാലും ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം. കാരണം അവിടെ AC സർക്യൂട്ടുകളൊക്കെ തന്നെ പോകുന്ന ഒരു ഭാഗമാണ്. ACയുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുന്ന ഒരു ഭാഗമാണ് ഈ 9ാം നില എന്ന് പറയുന്നത്. ഈ C ബ്ലോക്കിന്റെ 9ാം നിലയിലാണ് ഈ ബേബി മെമ്മോറിയലിലെ AC-യുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആ ഒരു മേഖലയിൽ നിന്നാണ് തീ ഉയർന്നത്, പുക ഉയരുന്നത്. നാട്ടുകാരാണ് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. അവർ ആശുപത്രി അധികൃതരെ അറിയിക്കുകയും പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിന് വിവരം അറിയിച്ച് രക്ഷാപ്രവർത്തനം എത്രയും വേഗത്തിൽ തന്നെ തുടങ്ങാനായി എന്നുള്ളത് കൂടിയാണ് ഈ ഒരു അപകടം വ്യാപ്തി വർദ്ധിക്കുന്നതിൽ തടയാനായത്. ഏതായാലും ഇപ്പോൾ പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന ഒരു വിവരമാണ്. ആ രീതിയിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. കൂടാതെ രോഗികൾ 8ാം നിലയിലുണ്ടായിരുന്നു. അവരെയൊക്കെ തന്നെ മറ്റൊരു സുരക്ഷിതമായ സ്ഥലത്തേക്ക്, ആ ഭാഗത്തേക്ക് ഇന്റേണലി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പുക ഉള്ളിലേക്ക് ആശുപത്രിയുടെ അകത്തേക്ക് പോയിട്ടില്ല. അത് പുറത്തേക്കായിരുന്നു പുക പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ ഒരിക്കൽ കൂടി ചേരുന്നു. അവിടെ നിന്ന് ദൃശ്യ എന്താണ് ഇപ്പോഴത്തെ സീൻ എന്താണ്? നിഷാദ്, നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തീ നിയന്ത്രണമാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരെ കാണാം. ഇവരൊക്കെ തന്നെ നേരത്തെ തന്നെ എത്തി. 4 യൂണിറ്റോളം ഫയർഫോഴ്സുകളാണ് എത്തിയത്. എങ്കിലും അപായ സൂചന കണക്കിലെടുത്ത് കൂടുതൽ യൂണിറ്റുകൾ എത്തുന്നുണ്ടായിരുന്നു. ആംബുലൻസ് സൗകര്യം അടക്കം താഴെ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഈ തീ ഉയർന്ന ഘട്ടത്തിൽ തന്നെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിൽ വലിയ രീതിയിൽ തന്നെ തീ ഈ ഭാഗത്ത് ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു പുക ഉയർന്ന ദൃശ്യങ്ങൾ മാത്രമാണ് നമുക്ക് മുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം മുകളിൽ സ്ഥലത്തുണ്ട്. എന്തായാലും AC പ്ലാന്റിന്, അതായത് ഈ പുതിയ കെട്ടിടത്തിലെ C ബ്ലോക്കിലെ AC പ്ലാന്റിന് സമീപത്ത് 9ാം നിലയിലാണ് ഈ ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാകുന്നത്. ഏകദേശം ഒരു 9:30 വലിയ രീതിയിൽ തീ പുകയും ഉയർന്നതായി നാട്ടുകാരുടെയും ആശുപത്രി അധികൃതരുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് ഇവിടെ ഫയർഫോഴ്സിനെ അറിയിക്കുകയും ഫയർഫോഴ്സ് 4 യൂണിറ്റോളം ഫയർഫോഴ്സ് എത്തിയാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുള്ളത്. രോഗികളൊന്നും ഇല്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു ആശങ്ക ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യമില്ല. ഇവിടെ ഈ 8ാം നില വരെയാണ് ഈ രോഗികൾ ഉണ്ടാവുക. അതിന് മുകളിലേക്ക് AC അടക്കമുള്ള സംവിധാനങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു അപകടമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് വേണം കരുതാൻ. മറ്റൊരു പരുക്കോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്.